പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഈ പുതിയ മാസത്തിന്റെ ഒന്നാമത്തെ ദിവസം നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതും അമേരിക്ക എന്ന രാജ്യത്തിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു മനോഹരമായ പാലമാണിത്, ദ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിനായി ദൈവം തരുന്ന വാഗ്ദാനം എന്താണ്? അതായിരിക്കും നിങ്ങളുടെ ഹൃദയത്തിലെ ഒരു വലിയ ദാഹം, ഒരു വാഞ്ഛയും ഒരു വലിയ പ്രതീക്ഷയും കൂടെ. നിങ്ങളുടെ പ്രതീക്ഷകളെയും നിങ്ങളുടെ വാഞ്ഛകളെയും അറിയുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു വാക്യം തന്നിരിക്കുന്നു. മത്തായി 10-ാം അധ്യായം 31-ാം വാക്യം. ആകയാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. എന്റെ മക്കളെ, നിങ്ങൾ വിശേഷതയുള്ളവർ. എന്റെ മകനെ, നീ വിശേഷപ്പെട്ടവൻ. എന്റെ മകളെ, നീ വിശേഷപ്പെട്ടവൾ. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. നീ എനിക്ക് വിശേഷപ്പെട്ടവൻ, വിശേഷപ്പെട്ടവൾ എന്ന് ദൈവം നിങ്ങളെ നോക്കി പറയുന്നു. ദൈവം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. ഒരു കാശിന് 2 കുരികിലുകളെ വിൽക്കുന്നു. അവയും പിതാവിന്റെ ഇഷ്ടപ്രകാരമല്ലാതെ താഴെ വീഴില്ല. ദൈവമറിയാതെ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ഞാൻ കുരികിലുകളെപ്പോലും ശ്രദ്ധാപൂർവം സംരക്ഷിക്കുന്ന ദൈവമാകുന്നു. നിന്നെക്കുറിച്ചും കരുതലില്ലാതിരിക്കുമോ? നിനക്ക് വേണ്ടി എന്റെ ജീവൻ പോലും തന്നിരിക്കുന്നുവല്ലോ, രക്തം ചിന്തിയിരിക്കുന്നല്ലോ. നീ വിശേഷതയുള്ളവനല്ലേ, വിശേഷതയുള്ളവളല്ലേ എന്ന് ദൈവം പറയുന്നു. എങ്ങനെയുള്ള വിശേഷതയാണെന്ന് ചിന്തിക്കുകയാണോ? സൃഷ്ടിയിൽ നിങ്ങൾ വിശേഷതയുള്ളവരാണ്. ഒരു പക്ഷിയെയോ മൃഗത്തെയോ സൃഷ്ടിക്കുമ്പോൾ ഒരു വാക്കുകൊണ്ടാണ് അവയെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെയല്ല. തന്റെ കൈകൊണ്ട് മണ്ണ് കുഴച്ച് ഒരു രൂപത്തെയുണ്ടാക്കി മൂക്കിൽ ജീവശ്വാസം ഊതി ജീവാത്മാവായി സൃഷ്ടിച്ചിരിക്കുന്നു. സ്വന്തം ഛായയിൽ സൃഷ്ടിച്ചു. നിങ്ങൾ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവർ ആയതുകൊണ്ട് വിശേഷതയുള്ളവരാകുന്നു. യേശു കുരിശിൽ രക്തം ചിന്തി മരിച്ചത് ഒരു മൃഗത്തിനോ പക്ഷിക്കോ വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് കുരിശിൽ തന്നെ ബലി അർപ്പിച്ചത്. കാരണം നിങ്ങൾ വിശേഷപ്പെട്ടവർ. അതിനാൽ നിങ്ങളെ വിശേഷതയോടെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഭയപ്പെടേണ്ട. ഈ മാസം കാര്യങ്ങൾ നടക്കും. ഈ മാസം അത്ഭുതം നടക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് ദൈവം നിങ്ങൾക്ക് വാക്ക് തരുന്നു. സന്തോഷമായില്ലേ? ഓരോ ദിവസവും ഞാൻ ഭയപ്പെടില്ല, ഞാൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിശേഷപ്പെട്ടവൻ, ഞാൻ യേശുവിന്റെ ദൃഷ്ടിയിൽ വിശേഷപ്പെട്ടവളെന്ന് ദിവസവും ദൈവത്തെ സ്തുതിക്കൂ. ദൈവമേ, ഞാൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിശേഷപ്പെട്ടവനെന്ന് നിങ്ങൾ സ്തുതിക്കുമ്പോഴെല്ലാം വിശ്വാസത്തെ ഏറ്റുപറയുന്നു. അപ്പോൾ ദൈവം അതോർത്ത് നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യം നന്മയുള്ളതായി മാറും. അത്ഭുതങ്ങൾ കാണുന്നതായിരിക്കും. നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ വിശ്വാസത്തോടെ പറയൂ, യേശുവേ, അങ്ങയുടെ ദൃഷ്ടിയിൽ ഞാൻ വിശേഷപ്പെട്ടവനായി, വിശേഷപ്പെട്ടവളായിരിക്കുന്നതിന് സ്തോത്രം പറയുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. ഈ മാസം എനിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങ് അത്ഭുതം പ്രവർത്തിച്ച് എന്നെ വഴി നടത്താൻ പോകുന്ന സ്നേഹത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.